മത, രാഷ്ട്രീയ, ജാതി, ആൺ പെൺ വ്യത്യാസമില്ലാതെ കൂടിയിരിക്കാൻ പറ്റിയ ഒരു സ്ഥലം ഉണ്ടാക്കിയതിനാണ് ഇത്രയധികം എന്റെ തന്തക്കും തള്ളക്കൊക്കെയാണ് ഫേസ്ബുക്കിൽ നിങ്ങൾ എല്ലാവരും കാണുക. ഞാനത് ഇങ്ങനെ കണ്ട് ആദ്യമൊക്കെ കുറെ വിഷമമുണ്ടായി. പിന്നെ ഞാൻ ചിരിക്കൽ തുടങ്ങി. കാരണം അവർക്ക് ഒത്തൊരു എതിരാളി ആയതുകൊണ്ട് മാത്രമല്ല എന്റെ തന്തക്കും തള്ളക്കും വിളിക്കണം. മരിച്ചുപോയ എന്റെ വാപ്പാനും ഉമ്മാനെയാണല്ലോ സഭാ സ്ക്വയർ ഉണ്ടാക്കിയതിന്. അവർക്ക് ആർക്കും ഒരു 100 രൂപ പോലും മുടക്കില്ലാതെ ഉണ്ടാക്കിയത്. എന്തിനാ അങ്ങനെ എത്ര ചീത്ത പറഞ്ഞു നോക്കി. അപ്പൊ ആലോചിച്ചപ്പോ ഈ സഭാ സ്ക്വയർ ഉണ്ടാക്കി അന്ന് തന്നെ ഒരു ഗ്രൗണ്ടിന് 3 ഏക്കർ സ്ഥലം ഊരകം പഞ്ചായത്തിൽ തറക്കല്ലിട്ടു. ഏകദേശം 5 വർഷമായി. 5 വർഷമാകുന്ന പറഞ്ഞാൽ ഫേസ്ബുക്കിൽ വരുമ്പോഴാണ് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ മത്സരിച്ച് ഏകദേശം ഡേറ്റ് ആയത്. 10 ദിവസം കൊണ്ട് 11,000 വോട്ട്. അത് കഴിഞ്ഞ് ഞാൻ നേരെ സംസാരമാക്കുമ്പോൾ നമ്മൾ ഈ പ്രസംഗത്തിന്റെ ശൈലി മാറുമ്പോ തന്നെയാണ് എല്ലാവർക്കും ഇഷ്ടം എന്ന് എനിക്ക് തോന്നുന്നത്. അത് തന്നെയാണ്. 5 വർഷമായി, 10 ദിവസം കൊണ്ട് 11,000 വോട്ടും. അത് കഴിഞ്ഞ് ഏകദേശം 1 വർഷത്തോളം ഒരു സൈലന്റ് അതിന്റെ ബിസിനസ്സും കാര്യങ്ങളൊക്കെ പോയി. അപ്പൊ കുറച്ച് ചീത്ത പറച്ചിൽ കുറച്ച് കൂടി. അപ്പൊ എനിക്ക് പിന്നെ ഇത് വിട്ടുകൊടുത്താൻ പറ്റില്ലല്ലോ എന്നൊരു തോന്നല്. അങ്ങനെയാണ് സജീവമായി രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങാനുള്ള എന്റെ അനിയന്മാരൊക്കെ ഉണ്ട്. അവരൊക്കെ ഒരു നിർബന്ധ ഫ്രണ്ട്സ് ഉണ്ട് കുറെ. സഭ ആരെങ്കിലൊക്കെ വേണമല്ലോ ഇതിനെ എന്ന് പറഞ്ഞ പ്രകാരമാണ് സജീവമായ രാഷ്ട്രീയത്തിലേക്ക് വെക്കുന്നത്. വേങ്ങരയുടെ ആ 11 ദിവസം ഞാൻ നടന്ന വഴികള് സാധാരണ നടക്കുന്ന പോലെ 15 കിലോമീറ്റർ ഒരു ദിവസം ഞാൻ ഓട്ടോ നടത്തോ ഒക്കെ ആയിട്ട് വേങ്ങര ടു മലപ്പുറം, വേങ്ങര ടു കൂരിയാട്, വേങ്ങര ടു കോട്ടക്കൽ ഇത് നടന്നു തീർത്തൊരു മനുഷ്യൻ. ഈ 6 പഞ്ചായത്ത് ഊരകം, പറപ്പൂർ, കണ്ണമംഗലം, വേങ്ങര, അത് കഴിഞ്ഞ് ഏറനഗറും ഒതുക്കുങ്ങലും, ഇതിന്റെ 2 നക്ഷത്രമായി നിൽക്കുന്ന 2 പഞ്ചായത്തുകൾ കൂടിയ വേങ്ങര മണ്ഡലം. ഈ വേങ്ങര മണ്ഡലത്തിൽ ഏതൊരു വേങ്ങരക്കാരനും സ്വന്തം നാട് അത് നെഞ്ഞിൽ ഇങ്ങനെ വെക്കും. നമ്മളെ നാട് ഇത്ര കാലം ഞമ്മക്കുണ്ടായിരുന്നു, നമ്മളെ നാട്ടുകാർ ഞമ്മക്കില്ല. സമതാക്ക പറഞ്ഞ പോലെ കൊല്ലത്തും കോഴിക്കോടും അവിടെ ഇവിടെയൊക്കെ ഉള്ള ആൾക്കാർ വന്നുപോയി. നമ്മളെ നാടിന്റെ കാര്യം പറയാൻ ആരുമില്ല. എന്താണ് നമ്മളെ നാട്ടിന് വേണ്ടതെന്ന് അന്വേഷിക്കാൻ പോലും ഇല്ല. ഞാൻ ആരും കുറ്റം പറയില്ല. ഏകദേശം ഇതിനു മുമ്പുള്ള MLA എണ്ണണമെങ്കിൽ 2 പേരെ കയ്യും വെച്ച് എണ്ണേണ്ടി വരും. 82, 87. ഞാൻ അത് വീണ്ടും എണ്ണി പഠിക്കായിരുന്നു ഇവിടെ. 82, 87 മലപ്പുറം ഉൾപ്പെട്ട വേങ്ങരയിൽ മത്സരിച്ചു. വീണ്ടും 2011 വന്ന് 2016 മത്സരിച്ചു, 2017 മത്സരിച്ചു, 2019 മത്സരിച്ചു, 2021 മത്സരിച്ചു, 2026 വന്നപ്പോൾ ഇവിടുന്ന് സ്ഥലം വിട്ടും ചെയ്തു. സ്വന്തം നാട്ടിൽ പോയി. അപ്പൊ നമ്മളെ നാട് ഇവിടെ ബാക്കിയായി. ഞാൻ കുറ്റായിട്ട് പറയില്ല കേട്ടോ, ഒരിക്കലും ഒരു സീനിയർ നേതാവിനെ കുറ്റായിട്ട് പറയില്ല. 2026 ഇലക്ഷനിൽ വന്നപ്പോ എന്തായാലും മത്സരിക്കാം എന്നുള്ളൊരു ആഗ്രഹം എന്റെ മനസ്സിലുണ്ട്. ഇടതുപക്ഷത്തിന്റെ നേതാക്കളോട് ഞാൻ ആ കാര്യം പറഞ്ഞു, എന്റെ സഹോദരങ്ങളടക്കം പറഞ്ഞു. തീർച്ചയായിട്ടും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നേതാക്കൾ എന്നെ തെരഞ്ഞെടുത്തിൽ ആദ്യമായിട്ട് വേങ്ങരക്കാർക്ക് വേണ്ടി ഞാൻ നന്ദി പറയണം. ഈ നന്ദി പ്രകാശനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എന്റെ മനസ്സ് തട്ടിയിട്ട് തന്നെ പറയാം. നമുക്ക് ഏറ്റവും ആവശ്യമുള്ളത് നമ്മളെ ഈ റോഡാ. നിങ്ങളെല്ലാവരും കാണുന്ന ഇന്നലെയൊക്കെ ദിവസം എന്ന് പറഞ്ഞാൽ 1.5 മണിക്കൂർ സമയമാണ് നമ്മൾ ഈ റോഡിൽ ചെലവഴിച്ചിട്ടുണ്ട്. നമ്മളെ റോഡ് വികസനം നിർബന്ധമാണ്. പ്രത്യേകിച്ച് ഒരു ബിസിനസ്സുകാരൻ എന്നുള്ള ബിസിനസ് വളരണമെങ്കിൽ വേങ്ങരയിലെ ബിൽഡിംഗ് ഓണേഴ്സ് അസോസിയേഷന്റെ പ്രസിഡന്റ്, മലപ്പുറം ജില്ലാ പ്രസിഡന്റ് എന്നുള്ള 3000 റൂമുകളാണ് വേങ്ങരയിൽ ഒഴിഞ്ഞു കിടക്കുന്നത്. നിങ്ങൾക്ക് ആർക്കെങ്കിലും അതിന്റെ കണക്ക്, എനിക്ക് കൃത്യമായ കണക്ക് അറിയാം. എന്തുകൊണ്ട് ഈ റൂം ഒഴിഞ്ഞെടുക്കുന്ന പറഞ്ഞാൽ നമ്മളെ റോഡ് വികസനം പോരാ, പാർക്കിംഗ് വികസനം പോരാ, ഒരു ശാസ്ത്രീയമായ ഒരു കാഴ്ചപ്പാട് എല്ലാ കാര്യങ്ങൾക്കും വേണം. എന്നാൽ തന്നെ നമുക്ക് മാറ്റങ്ങൾ കൊണ്ടുവരാൻ കഴിയുള്ളൂ. ഈ പ്രാവശ്യം ഇലക്ഷനിൽ മത്സരിച്ചപ്പോൾ നമ്മൾ കുറെ വീടുകൾ നമ്മൾ ഓരോ പഞ്ചായത്തിലും കയറി ഇറങ്ങുമ്പോൾ കിട്ടുന്നൊരു ഫീഡ്ബാക്ക് ഉണ്ട് നമുക്ക്. ആ വീടിന്ന് ഇവരൊക്കെ എല്ലാരും നമ്മളെല്ലാരും കയറുന്ന വീട്ടില് എല്ലാ വീട്ടിലും സബാഹിനെ അറിയുന്ന ഒരു കുട്ടിയെങ്കിലും ഉണ്ടാവും സബാക്ക് വന്നിക്കണേ. അതൊരു എന്നെ സംബന്ധിച്ച് കിട്ടിയ ഏറ്റവും വലിയൊരു അവാർഡായിട്ടാണ് ഞാൻ കാണുന്നത്. ഇന്നലെ കഴിഞ്ഞ ദിവസം എന്റെ സുഹൃത്ത്, ഞാൻ തുറന്ന് പറയാതെ ഇന്നലെ സുഹൃത്ത് സഭാ സ്ക്വയറിനെ പറ്റിയിട്ട് കുറെ കളിയാക്കി. അതും ഞാനൊരു അവാർഡായിട്ട് തന്നെ സ്വീകരിച്ചു. സ്വന്തമായിട്ട് കാരാത്തോട്ട് കൂരിയാട്ടിന്റെ ഇടയിൽ മൂത്രമൊഴിക്കാൻ ഒരു സ്ഥലം ഉണ്ടാക്കാത്ത ആൾക്കാരാണ്. മൂത്രമൊഴിക്കാൻ നിങ്ങൾ ആലോചിച്ചോളി, മൂത്രമൊഴിക്കാൻ സ്ഥലമില്ല.
എന്നിട്ട് സഭാ സ്ക്വയറിനെ കുറ്റം പറയുകയാണെങ്കിൽ അത് ഞാനൊരു അവാർഡായിട്ട് തന്നെ സ്വീകരിക്കുക. കാരണം അവർക്കൊരു എതിരാളി തന്നെയാണ് സഭാ സ്ക്വയർ, സംശയമൊന്നുമില്ല. ഈ വേങ്ങരയിലെ 18-20ഓളം സ്കൂളുകൾക്ക് സ്പോർട്സ് നടത്താനും ഞാനടക്കമുള്ള വല്യപ്പാരും ഇപ്പൊ ഷക്കീല ടീച്ചർ പോലെയുള്ള വല്യമാരും ഞങ്ങൾക്കൊക്കെ പേരക്കുട്ടികൾ അടക്കമുണ്ട്. അപ്പോ അവർക്കൊക്കെ കൂടിയിരിക്കാനുള്ള സ്ഥലം, മത, രാഷ്ട്രീയ, ജാതി, ആൺ പെൺ വ്യത്യാസമില്ലാതെ കൂടിയിരിക്കാൻ പറ്റിയ ഒരു സ്ഥലം ഉണ്ടാക്കിയതിനാണ് ഇത്രയധികം എന്റെ തന്തക്കും തള്ളക്കൊക്കെയാണ് ഫേസ്ബുക്കിൽ നിങ്ങൾ എല്ലാവരും കാണുക. ഞാനത് ഇങ്ങനെ കണ്ട് ആദ്യമൊക്കെ കുറെ വിഷമമുണ്ടായി, പിന്നെ ഞാൻ ചിരിക്കൽ തുടങ്ങി. കാരണം അവർക്ക് ഒത്തൊരു എതിരാളി ആയതുകൊണ്ട് മാത്രമല്ല എന്റെ തന്തക്കും തള്ളക്കും വിളിക്കണം. മരിച്ചുപോയ എന്റെ വാപ്പാനും ഉമ്മാനെയാണല്ലോ സഭാ സ്ക്വയർ ഉണ്ടാക്കിയതിന്. അവർക്ക് ആർക്കും ഒരു 100 രൂപ പോലും മുടക്കില്ലാതെ ഉണ്ടാക്കിയത്. എന്തിനാ അങ്ങനെ എത്ര ചീത്ത പറഞ്ഞു നോക്കി. അപ്പൊ ആലോചിച്ചപ്പോ ഈ സഭാ സ്ക്വയർ ഉണ്ടാക്കി അന്ന് തന്നെ ഒരു ഗ്രൗണ്ടിന് 3 ഏക്കർ സ്ഥലം ഊരകം പഞ്ചായത്തിൽ തറക്കല്ലിട്ട് 9 കോടി 8 കോടി 95 ലക്ഷം രൂപ വകയിരുത്തി 5 കോടി രൂപ അതിന് ചെലവാക്കി. ഇന്നും പോയി കണ്ടാൽ ഒരു പ്രേത ഭൂമിയായി മാത്രം നിലനിൽക്കുന്ന, ശാസ്ത്രീയമായി ഫുട്ബോളിനെ പറ്റിയിട്ടോ സ്പോർട്സിനെ പറ്റിയിട്ടോ യാതൊരു വിവരമില്ലാത്ത രൂപത്തിലൊരു ഗ്രൗണ്ട് ഉണ്ടാക്കുന്നുണ്ട് അവിടെ. ആര് പോയാലും അത് കാണാം. നമ്മളെ സഖാവ് ജലീൽ അതിന്റെ ഒരു വീഡിയോ ആ പേജിൽ പോയി നോക്കി അങ്ങ് കാണാം. എല്ലാ വേങ്ങരയിലെ എല്ലാ വേസ്റ്റും കൊണ്ടേയിടുന്ന ഒരു സ്ഥലം, അതിന് മുഴുവനും പൈസ വാങ്ങാം. 5 കോടി രൂപ അതിന് ചെലവാക്കി. സാധാരണ ഒരു ബിടെക് പാസ്സായ ഒരു എഞ്ചിനീയറോട് ചോദിച്ചു കഴിഞ്ഞാൽ ആ പ്രദേശത്ത് തന്നെ ഒരു 1-1.5 ലക്ഷം റുപ്യക്ക് ഒരു ഏക്കർ സ്ഥലം, ഒരു 1-1.5 കോടി റുപ്യക്ക് സ്ഥലം കിട്ടും. 3 ഏക്കർ സ്ഥലം വാങ്ങിയ 4.5 കോടിക്ക് ഗ്രൗണ്ടായി. ഇനിയും ആ 9 കോടി രൂപ ചെലവാക്കിയാലും ഗ്രൗണ്ട് ആവൂല. ഞാനത് അഭിമാനത്തോടു കൂടി സഭാ സ്ക്വയറിനൊരു എതിരാളി വരട്ടെ. ഞാനെന്ത് പറയും, ഇങ്ങനെയൊക്കെ പറയുമ്പോൾ ഞാൻ അവരോട് പറയുന്നത്, നിങ്ങൾ മത്സരിക്കുകയാണെങ്കിൽ അങ്ങനെയല്ല. ഒരു സഭാ സ്ക്വയറിനും 3 സഭാ സ്ക്വയറിനും അങ്ങനെയല്ല മത്സരം വരല്. ഞാൻ അങ്ങനെ മത്സരിക്കും. ഒരു ഗോൾ അടിച്ചു കഴിഞ്ഞാൽ 3 ഗോൾ തിരിച്ചടിക്കാൻ പറ്റുമോ നോക്കുക. അതാണ് മത്സരം. തന്തക്കും തള്ളക്കും വിളിക്കലല്ല, സ്ഥിരമായിട്ട് വിളിക്കുക. ഇപ്പൊ നമ്മളെ മയമാലിയൊക്കെ ആണെങ്കിൽ മറുപടി വിട്ടു. ഞാൻ പറഞ്ഞു കൊടുക്കണ്ട, നമ്മളെ മയമാലിന്റെ സുഹൃത്ത്, ഞങ്ങൾക്ക് രാവിലെ നീന്താൻ പോകുന്ന ആൾക്കാരാ. ഞാൻ പറഞ്ഞു ഓല എങ്ങനെ പറഞ്ഞോട്ടെ, ഓൽക്ക് പറഞ്ഞു മടുത്തോളും. കാരണം അത് ഈ ദേഷ്യം എങ്ങനെ വരികയാണ്. അപ്പൊ ഞാൻ ആദ്യം ആലോചിച്ച സങ്കടം ഉണ്ടെങ്കിലും പിന്നെ ഇവർക്ക് ദേഷ്യം കൂടുതൽ എന്തുകൊണ്ടാന്നുള്ളത് മനസ്സിലാക്കിയപ്പോഴാണ് നമ്മൾ വീടിന്റെ ഉള്ളിൽ ചെന്ന് എന്തായാലും സഭാക്ക അങ്ങക്കാണ് എന്റെ വോട്ട്. ഇപ്പൊ മുസ്തഫാക്ക് അടക്കം എന്നെ സഭാക്കാന്ന് വിളിക്കുന്നത്. അപ്പൊ വയസ്സ് നോക്കിയപ്പോൾ ഞങ്ങൾ തമ്മിൽ 5-6 വയസ്സിന് വ്യത്യാസമുണ്ട്. എല്ലാവരും സഭാക്കാന്ന് വിളിച്ചു തുടങ്ങിയപ്പോ എന്റെ പേരക്കുട്ടി എന്നെ സഭാക്ക വിളിക്കൽ തുടങ്ങി. അതപ്പോ രസം, എല്ലാവരും വിളിച്ചു. ഓളും ഇപ്പൊ അത് വിളിക്കുന്നു. നമ്മളെ ഇതിന് നോമിനേഷൻ കൊടുക്കാൻ പോകുമ്പോൾ ഓളുണ്ട്, ഞാനുണ്ട് ഇപ്പ എന്ന് പറഞ്ഞാൽ അവളും പോകുന്നു. അതൊക്കെ ഈ നാട് എന്നോട് കാണിക്കുന്ന, പ്രത്യേകിച്ചും എനിക്കതൊരു ഭയങ്കര സന്തോഷം. ഇന്നൊരു ഇന്ത്യൻ എക്സ്പ്രസിന്റെ ഒരു ലേഖകൻ വന്ന് ചോദിച്ചു, എന്താ സഭാക്കങ്ങളെ ഈ ഒരു സന്തോഷത്തിന്റെ രസം. കാരണം കുറെ ആൾക്കാരോട് ചിരിച്ചാൽ മതി. ദിവസങ്ങൾ ചിരിച്ചു നോക്കി. ഒരു മുടക്കില്ലാത്തൊരു സാധന ചിരി. ചിരിക്കാൻ നമുക്കൊരു സ്ഥലം വേണ്ട. ആദ്യം വെറുതെ എങ്ങനെ ചിരിച്ചാൽ വട്ടാണെന്ന് അറിയും. സഭാ സ്ക്വയർ പോയിച്ച് ആരോട് ചിരിക്കാം. നമുക്ക് അറിയാത്ത കുറെ ആൾക്കാർ വരുന്നുണ്ട്. ഈ 4-5 പഞ്ചായത്ത് 5-6 പഞ്ചായത്തൊന്നും വേങ്ങര അതേമാതിരി കോട്ടക്കലിനൊക്കെ ആൾക്കാരും ചിരിച്ച് നമ്മളിങ്ങനെ നടക്കുന്നേ. അപ്പൊ ആ നടത്തത്തിൽ കിട്ടുന്ന ഒരു സന്തോഷം ഇവർക്ക് ഇങ്ങനെ സന്തോഷിക്കാൻ പാടില്ല. ഈ മതവും ജാതിയും രാഷ്ട്രീയവും, ഇങ്ങനത്തെ ഒരു രാഷ്ട്രീയം വേങ്ങരയിൽ തന്നെ നമുക്ക് മാറ്റി എഴുതണം. അതാണ് നമ്മൾ ആവശ്യം. ആരും കണ്ടുകൂടാത്ത രാഷ്ട്രീയം, നമ്മൾ മത്സരം, ആ ഒരു പൊളിറ്റിക്സ് എന്ന് പറഞ്ഞാൽ മത്സര സമയത്ത് മാത്രം മതി. അത് കഴിഞ്ഞാൽ പിന്നെ എല്ലാവരും കൂടിയിരുന്ന് പോണ്ടേ. അതല്ലേ വികസനം. എന്ത് സാധനം കൊണ്ടു വന്നാലും അതിനെതിര് പറയുക, അതിന് പാര വെക്കുക. എന്നാ സ്വന്തം ഇത്രയും കാലം നിങ്ങളെ കാരാത്തോട് ടൗണ് മാത്രം ഒന്ന് പോയി ഒന്നിങ്ങനെ ആലോചിക്കുകയാണ്. ഞാൻ ഈ പറഞ്ഞ കാര്യം, എന്റെ ഡ്രൈവർ നമ്മളെ കുമാരന്റെ അളിയനാ. നമ്മൾ ഫുട്ബോളിന് വീടുണ്ടാക്കി കൊടുത്ത കുമാരൻ, അവന്റെ അളിയനാ. അവന് മൂത്രയിക്കാൻ നോക്കിയപ്പോഴാണ് കാരാത്തോട് അങ്ങാടിന്റെ അവസ്ഥ നമ്മൾ മനസ്സിലായത്. ഒരു ബാത്റൂമില്ല. പറയുമ്പോ അവിടെ ജില്ലാ പഞ്ചായത്ത് മെമ്പർ ഉണ്ട്, ബ്ലോക്ക് മെമ്പർ ഉണ്ട്, MLA ഉണ്ട്, മന്ത്രി ഉണ്ട്. ഇല്ലേ? ഈ അവരെ സ്വന്തം സ്ഥലത്ത് പോലും ഈ ഒരു സൗകര്യം മനുഷ്യന് ഏറ്റവും അത്യാവശ്യമുള്ള സാധനമാണ്. അതുപോലും ഉണ്ടാക്കാൻ കഴിയാത്ത ആളുകൾ സഭാ സ്ക്വയറിനെ കുറ്റം പറയും. എന്ത് തെറ്റേ ഞാൻ ചെയ്തു? അതാ ഞാൻ അങ്ങനെ ആലോചിച്ച് നോക്കിയത്. അപ്പൊ എന്തൊക്കെ വന്നാലും ശരി, നമ്മൾ ഒന്നിച്ച് ഈ വേങ്ങരക്കാര് രാഷ്ട്രീയമൊക്കെ മറന്ന് ആരെങ്കിലും ഒരാൾ ഇതിന് മുന്നിൽ നിൽക്കണ്ടേ? ഒരാളെങ്കിലും നിൽക്കണം.
ഇതൊരു സഭാഹ് മാത്രമല്ല. ഇന്ന് വേങ്ങരയില് നമ്മൾ നിയമസഭയ്ക്ക് മത്സരിക്കുന്നത്, വേങ്ങരയിലെ ആൺ പെൺ വ്യത്യാസമില്ലാത്ത കുട്ടികള്, യങ്സ്റ്റേഴ്സ് നിൽക്കുന്ന ഒരു ഗ്രൂപ്പുണ്ട്. സഭ എവിടുന്ന് കണ്ടാലും ഈ ചിരിയും ഈ പിടുത്തുക, അത് മുഴുവനും നമുക്ക് വോട്ടായി മാറും. ഇവരെത്രയൊക്കെ കളിയാക്കിക്കോട്ടെ, ഇവര് കളിയാക്കി മടുക്കും. എന്തായാലും ഇതിന്റെ വോട്ടിംഗ് വരുമല്ലോ. എന്തായാലും ഏപ്രിൽ 9 ഇതിന് വോട്ട് വരും. തീരുമാനം വേങ്ങരയിലെ ജനങ്ങൾ എടുക്കും. എനിക്ക് ഉറച്ച വിശ്വാസമുണ്ട്. പറ്റ പൊട്ടന്മാരൊന്നല്ലല്ലോ ഞങ്ങള് നാട്ടുകാര്. നിങ്ങൾ അവിടുന്ന് ഇവിടുന്നൊക്കെ ഓരോ കാലം ഓരോരുത്തരെ കൊണ്ടുവരും, ജയിപ്പിച്ച് കൊണ്ടുപോലും ഇങ്ങനെ ആക്കിയാണ് പോവുകയും ചെയ്യും. മൊബൈൽ നമ്പർ വരെ ഇവരുടെ ആരുടെങ്കിലും നമ്മൾ എടുത്തിട്ടുണ്ട്. എന്റെ മൊബൈൽ നമ്പർ ഏത് ചെറിയ കുട്ടികളെ എടുത്തില്ലേ? പന്ത് പൊട്ടി അപ്പോ സഭാക്ക പന്ത് വേണമെന്ന് പറയുമ്പോൾ എന്നെ വിളിക്കണില്ലേ? ഓരോ കുട്ടികളെ വിളിക്കണില്ലേ? അതിലും വലിയ സന്തോഷം എന്തിനാ വേണ്ടത്? ഇതിനൊന്നും സൗകര്യം ഇല്ലാത്തവർ എന്തിനാ ഈ പണിക്ക് വരുന്നുണ്ട്? ഞാൻ അത് ചോദിച്ചൊരു ഫോൺ നമ്പർ പോലും ഇവര് കൊടുക്കൂല. വരികയാണെങ്കിലോ, ഞാൻ കുറ്റായിട്ട് പറയില്ല, വരികയാണെങ്കിൽ ഒരാൾക്ക് പോലും ഒരടുത്തേക്ക് അടുക്കാൻ പറ്റില്ല. എങ്ങനെ പോകുന്നുണ്ട്. ഞാൻ കണ്ടു, ഇന്നലെയൊക്കെ പോകുന്നുണ്ട്. ഇങ്ങനെ വൈഞ്ഞൊരുകി ആരൊക്കെയോ വരുന്ന രൂപത്തില് സങ്കടമാണ്. എന്താ ആൾക്കാർക്കൊന്ന് കൈ മര്യാദ കൊടുത്ത് എല്ലാരും ഒന്ന് കൂട്ടിപ്പിടിച്ച് പോയാൽ അതല്ലേ രസം. ഇതെന്തൊക്കെയോ കാട്ടിക്കൂട്ടല്. എന്താണ് ഈ കാട്ടിക്കൂട്ടേണ്ടത്? ആർക്കും വേണ്ടിയിട്ടാണ് കാട്ടിക്കൂട്ടുന്നത്. അതുകൊണ്ട് വേങ്ങരക്കാര്, ഞാൻ അങ്ങനെ തന്നെ പറഞ്ഞത്, ഞമ്മക്കൊരു MLA, ഇവിടുന്ന് ഒരു MLA, ഇങ്ങൾക്കൊരു MLA, ഞമ്മക്കൊരു MLA, അങ്ങനെ തന്നെ ഞാൻ പറയില്ലേ. നമ്മൾക്ക് എല്ലാവർക്കും കൂടി ഏത് സമയത്തും കാര്യങ്ങൾ പറയാനും, ഒരു ഹോസ്പിറ്റൽ കേസ്, ഒരു പോലീസ് സ്റ്റേഷൻ, അത്ര ചെറിയ ചെറിയ കാര്യങ്ങളിലുള്ളൂ. ഇത് വലിയ ലോകം. ഇവരാരും മുതലൊന്നും എഴുതി കൊടുക്കണ്ടല്ലോ. ഈ ചെറിയ ചെറിയ കാര്യങ്ങൾ സാധിപ്പിക്കാൻ കഴിയാത്തതിന് ഞാൻ ഈ 4 വർഷത്തില്, ഇപ്പൊ ഈ കഴിഞ്ഞ നമ്മളെ നവകേരള സദസ്സ് കഴിഞ്ഞതിന്റെ ശേഷം കുറച്ചും കൂടി നമുക്ക് എല്ലാ കാര്യങ്ങളിലും ഇടപെടാനും കൂടി കഴിഞ്ഞു. കാരണം ഏകദേശം 20ഓളം മന്ത്രിമാരായിട്ട് നമ്മൾ പരിചയപ്പെട്ടു, ഉദ്യോഗസ്ഥന്മാരായിട്ട് ആരെ വിളിച്ചാലും ഇവരൊക്കെ ചെയ്തു കൊടുക്കുന്നുണ്ട്. പോലീസ് സ്റ്റേഷനിലാണെങ്കിലും തഹസിൽദാർക്കാണ് കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നുണ്ടല്ലോ. ഇതെന്താ ഇതിന് പറയാൻ? ഞാൻ എന്താ പറഞ്ഞത്, ഇതിനൊന്നും ഒഴിവില്ലാത്തവന് ഈ പണിക്ക് വരരുത്. കുറെ ദൂരത്തുനിന്നൊക്കെ ഓരോരുത്തർ വരുന്നുണ്ട്. ഈ പറഞ്ഞ പോലെ മതവും രാഷ്ട്രീയവും എല്ലാം കൂടി കൂട്ടിക്കലക്കി ഒരു ഔലിങ്കഞ്ഞി രൂപത്തിൽ കൊണ്ടുവരികയാണ്. നമുക്കത് വേണ്ട. നമുക്ക് വേങ്ങർക്ക് എല്ലാ കാര്യം പറയാന് നിങ്ങളെ മുന്നിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അവതരിപ്പിച്ച സഭാഹ് എന്ന് നിങ്ങളൊക്കെ ഒരു സഹോദരനായിട്ട്, മകനായിട്ട്, ഒരു പിതാവായി നിങ്ങളൊപ്പം ഞാൻ ഉണ്ടാവും, ഒരു കൂട്ടുകാരനായിട്ട് നമ്മളെല്ലാവർക്കും ഒന്നിച്ച് മെയ് 9, ഏപ്രിൽ 9 ഇലക്ഷൻ കഴിഞ്ഞ് നല്ലൊരു ശുഭാപ്തി വിശ്വാസം എല്ലാവർക്കും ഉണ്ടാവണം. എല്ലാവരും പ്രവർത്തിക്കണം. വലിയൊരു പ്രസംഗത്തിലേക്കൊന്നും പോണില്ല. ഞാൻ ആരും കുറ്റം പറയാൻ പോണില്ല. രാഷ്ട്രീയത്തിൽ ആരും കുറ്റം പറയുന്നില്ല. ഓരോരുത്തർക്കും ഓരോരുത്തരുടെ സ്വഭാവമാണ്. നമ്മൾ ആരും കുറ്റം പറയണ്ട. നമ്മളെ വേങ്ങരക്കാരെ നമ്മളിവിടെ വെച്ചിട്ട് ഈ നെഞ്ഞത്ത് വെച്ച് നമ്മൾ കൊണ്ടുപോയി എല്ലാവരോടും നമ്മൾ ആ രാഷ്ട്രീയം മാത്രം, വേങ്ങരയുടെ വികസനം മാത്രം പറഞ്ഞ് നമ്മൾ മുന്നോട്ട് പോവാ. തീർച്ചയായിട്ടും നമ്മൾ ജയിക്കും. നമ്മൾ തോൽക്കൂല. എനിക്ക് ഉറപ്പുണ്ട്. ഇനി നമ്മൾ തോറ്റാ പിന്നെ നമുക്ക് ബുദ്ധി ഇല്ലാന്നേ ഞാൻ പറയുള്ളൂ. ഇതൊക്കെ മനസ്സിലാക്കാനുള്ള ബുദ്ധി നമുക്ക് ഇല്ലേ? യങ്സ്റ്റേഴ്സിന്റെ ഇവിടെ ഒരുപാട് നമ്മളെക്കാട്ടൊക്കെ ബുദ്ധിയുള്ള കുട്ടികൾ. അവരിതൊക്കെ മനസ്സിലാക്കുന്നുണ്ട്. ഈ അഭിനയങ്ങളും ഈ തോന്നിയാവസങ്ങളും. ഇപ്പൊ ഇതിന്റെ ഇടയ്ക്കൊരു ഇന്റർവ്യൂ ഞാൻ കണ്ടു, ഈ കേരളത്തിനെ ദുബായി ആക്കണം. നമുക്ക് ദുബായി ഒന്നും ആക്കണ്ട. വേങ്ങരന ഒരു കോഴിക്കോടാക്കിയാൽ മതി. ഒരു കോഴിക്കോടാക്കിയാൽ മതി. നിങ്ങൾക്ക് ദുബായി നമുക്ക് ആക്കണ്ട, കോഴിക്കോടാക്കി തന്നാ മതി. ഒരു ന്യൂ ഇയർ പരിപാടി വെച്ചിട്ട് എന്തെല്ലാം അന്ന് പറഞ്ഞത്. ഈ പറഞ്ഞ പോലെ അപ്പോഴും ഒരു ഉറപ്പ് മുടക്കില്ല. സ്പോൺസർമാർ ഹൈറ ഗോൾഡും ഇവിടുത്തെ നല്ല നല്ല സ്ഥാപനങ്ങളാണ് അതിന് സ്പോൺസർ ചെയ്തത്. കുറെ ഐസ്ക്രീം കമ്പനികളൊക്കെ സ്പോൺസർ ചെയ്തിട്ടാണ് നമ്മൾ വലിയൊരു കേക്കിന്റെ ഭയങ്കര 20,000-ഓളം ആൾക്കാർ വന്ന് ആഘോഷിച്ചിട്ട്. ആഘോഷിക്കാൻ പാടില്ല, സന്തോഷിക്കാൻ പാടില്ല. ഇവർക്ക് ഇതിങ്ങനെ ഈ ഒരു ദേഷ്യം ഇങ്ങനെ മനസ്സിൽ വരുന്നേ. ചിരിക്കൂല. നമ്മൾ അങ്ങോട്ട് ചിരിച്ചാലും ചിരിക്കൂല, കൈ തന്നാലും ചിരിക്കൂല. എന്തോ ഒരു കഷ്ടം. എന്തിനാണ് ഇങ്ങനെ ജീവിച്ചത്? ആകെ കുറഞ്ഞ കാലം. ഞങ്ങൾക്ക് രാവിലെ നീന്താൻ പോണു ബാവ, ഞങ്ങൾ പ്രസിഡന്റൊക്കെ ഇവിടെ ഇരിക്കണ്ടേ, ചിരിക്കാനായിട്ട് ഞങ്ങൾ പോവാ രാവിലെ. 1 മണിക്കൂർ. എന്താ അതിന് മുടക്ക്? ഒരു മുടക്കൂലല്ലോ. നമ്മളൊക്കെ ഇവിടെ ജനിച്ച് ജീവിച്ച് മരിച്ചു പോണ ആൾക്കാരാ. അത് നമുക്ക് ഇങ്ങനെ കൊണ്ടുപോയി വേങ്ങരയിൽ നല്ലൊരു വിജയം നമുക്ക് ഉണ്ടാക്കണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട്, സഭാഹിന് വേണ്ടി മാത്രമല്ല വേങ്ങരക്കാർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ പറഞ്ഞത്. വേങ്ങരക്കാർക്ക് വേണ്ടി ഇനി നമ്മൾ പരാജയപ്പെട്ടുകൂടാ. അത് വേണ്ടി ഞാൻ ഒരിക്കലും ഒരു വാക്കുകൂടി പറയാം.
ഞാൻ ജയിച്ചാലേ ആരെ മുന്നിലും തല കുനിക്കേണ്ടി വരൂല. അത് മാത്രമാണ് എനിക്ക് പറയാനുള്ളത്. തല കുനിക്കേണ്ടി വരൂല. കാരണം ഞാൻ അങ്ങനത്തെ ഒരു ഉമ്മാനും ബാപ്പാനും മോനായിട്ട് വന്നതായതുകൊണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും എന്നെ അറിയാം. ഞാൻ ഇവിടെ ജനിച്ച് ജീവിച്ച് ഇവിടെ പഠിച്ച് ഇവിടെ ബിസിനസ് ചെയ്ത് രാഷ്ട്രീയ പ്രവർത്തനം സേവന പ്രവർത്തനം ചെയ്തിട്ടാണ് ഞാൻ വരുന്നത്. തീർച്ചയായിട്ടും എന്നെ വിജയിപ്പിക്കണം എന്നല്ലാതെ നമ്മൾ ജയിക്കണം. അതിനുവേണ്ടി എല്ലാവരും പ്രവർത്തിക്കണം. എന്തായാലും നമ്മൾ ജയിക്കുന്ന ഉത്തമ വിശ്വാസത്തോടുകൂടി എല്ലാവരും സ്നേഹം. എനിക്കിപ്പോൾ എല്ലാവരും ഈ ചിരിക്കുന്ന മുഖം ഇതന്നെ നമുക്ക് വേണ്ട. ഇത് നിലനിർത്തി നമ്മൾ മുന്നോട്ട് പോകണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. ജയ് ഹിന്ദ്.